ഹലോ ഗൈസ്, നിങ്ങളറിഞ്ഞോ എൻ്റെ 2-3 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ഈ കാര്യം ചിന്തിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടണില്ല. എൻ്റെ അലവലാതി വ്ളോഗ് കാണാഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ട് തന്നെ വന്ന് ചോദിക്കുകയാണ് എന്തേ വീഡിയോ ഇടാത്തത് എന്ന്. അപ്പോൾ ആ ഒരു പരാതി തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ തുടക്കം ഫാമിലിയിൽ നിന്ന് തന്നെ ആയിക്കോട്ടല്ലേ. ഇന്ന് നമ്മളെ ഫാമിലിയിലത്തെ ഒരു ഹൗസ് വാമിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഈ ബാവുട്ടനും ചിന്നുമോള് എന്ന് പറഞ്ഞത് ഞാനും എൻ്റെ ബ്രദറും ആണ്. ഈ ബാവുട്ടൻ എൻ്റെ ബ്രദറും, ചിന്നുമോള് എന്ന് പറയുന്നത് ഈ പോത്തുപോലെ വളർന്ന ഞാനും. സംഭവം ഞാനൊരു മൊണ്ണാണെങ്കിലും ഐ ഹാവ് ലോട്ട് ഓഫ് നെയിംസ്. ചിന്നുമോള്, ചിന്നൂസ്, ചിന്നമ്പിളി, ഇന്നമോള് എക്സെട്ര. ഇത് ബാദി അൽസമ്മ. ബാദിന്റെ വെൽക്കം ഡാൻസ് വിത്ത് വെറൈറ്റി പാട്ടുകളോട് കൂടിയിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് വരവേൽപ്പ് നൽകിയത്. അങ്ങനെ തന്നെ പറയാം. എല്ലാ കുട്ടികളും ഉണ്ട്, ഒരാളെ കുറവും കൂടി ഉണ്ട്. എടി ചിന്നു, അന്നെപ്പറ്റി ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചില്ല അമ്മയെ. എനിക്ക് 100 ആയുസാ. എന്താ പറഞ്ഞത്? എല്ലാ കൊറേ കുട്ടികളില്ലേ, ഇനി ഒരാളെ കൂടി കുറവുണ്ടെന്ന് അറിഞ്ഞു. ചെറിയ കുട്ടികൾ അപ്പൊ അമ്മായി അതിന് ഉദാഹരണം പറഞ്ഞ എന്താ അറിയോ, എന്റെ കല്യാണ കത്തിൽ എന്നെ ചിന്നുമോളിനെ എഴുതാഞ്ഞിട്ട് പിണങ്ങി കണ്ടത് ചോറുന്നിട്ടില്ലാന്ന് പറഞ്ഞു. ഉള്ളതാണോ? ചെറുതായിട്ട് അന്റെ എത്ര അവളുടെ അറിയൂ, അവളുടെ അറിയൂ. കുടുംബത്തിലെ മാനസികമായ പ്രശ്നങ്ങൾ. നീ എവിടെ വന്ന മരഭൂതമേ? നല്ല രീതിയിൽ എന്താ പറയുന്നത്? ഇതെന്താണ് ആള് മനുഷ്യനില്ലാത്ത ഹൗസ് വാമിംഗ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു കുടിയിരിക്കലാണ്. നാട്ടുകാരെയും ബാക്കി കുടുംബക്കാരെയും കൂടി കൂട്ടിയിട്ടുള്ള അതിഗംഭീരമായ പരിപാടി പിന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള പരിപാടിയാണ്. എല്ലാവർക്കും എന്നെ മതി. അവർ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് അൽപൂവി. അമ്മായി എന്താ പേര്? നീലാംബരി. നല്ല പേര്. ഗൃഹനാഥൻ. എന്റെ ശരീരത്തിനൊത്ത് എന്റെ ബുദ്ധി വളരാഞ്ഞിട്ടാണോ എന്താന്ന് നോ ഐഡിയ. കുട്ടികളെല്ലാരും വിചാരം ഓരതേ പ്രായത്തിലുള്ള ഒരാളാണ് ഞാൻ എന്നാണ്. എന്റെ ഗാലറി ഫുള്ളി വീഡിയോസ് ആണ്. വീഡിയോ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പക്ഷെ എഡിറ്റ് ചെയ്യോ അതും ഇല്ല. പക്ഷെ ഞാൻ ഇന്ന് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ സത്യം പറയാലോ, വല്ലായി ഐ മിസ് മൈ ഓൾ ഫാമിലി. ഇത് ഇൻകംപ്ലീറ്റ് ആണ്, കുറെ മെമ്പേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ എങ്കിൽ കൂടി അന്നത്തെ ആ ഒരു മൊമെന്റും എല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഈ ചായ കൂടി ഇവിടെയുള്ള ബാക്കി എല്ലാവരും കുടിച്ചതാണ്. ഞങ്ങൾ ലേറ്റായി വന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പം കുടിക്കുന്നതേ ഉള്ളൂ. 3ാമത്തെ പ്രാവശ്യം ചായ കുടിക്കാൻ വരുന്ന ആക്ടു. ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ ഞങ്ങൾ ചായ കുടിക്കുമ്പോഴത്തേനും അടുത്ത ഷോ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉള്ളിട്ടപ്പോ പ്രതീക്ഷിച്ചു. ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എന്താ ഞാൻ ഈ പുട്ടിന് കുഴക്കണത് ഹെവി ആയിട്ട് കുഴക്കണത്, ചിക്കൻ കറി കിളക്ക് വലിയ കറി, അത് രണ്ടും ആ ക്ലിപ്പിൽ വരണം. ഓക്കെ, കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. പുട്ട് വാരിട്ടോ, സ്പെഷ്യൽ പുട്ട് ഉണ്ടാക്കലാണ്. അതായത് ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് പുട്ട് ഞങ്ങള് വെറൈറ്റി പുട്ടാണ്. ഞങ്ങൾ ഇന്നത്തെ വെറൈറ്റി പുട്ട് കുറ്റി ഇല്ലാതെ എങ്ങനെ പുട്ടുണ്ടാക്കാം. ഇത് തേങ്ങ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സെപ്പറേറ്റ് തേങ്ങ ഇടുന്നില്ല. എന്നിട്ട് ഇത് ഒറ്റ പ്രാവശ്യം അടച്ചിട്ട് ആവി കയറ്റിയാൽ ഇതാണ് വലിയ പുട്ടായി.
പിന്നെ എന്തെങ്കിലും വേറെ ഇനി സ്പെഷ്യൽ നെയിം? ഓട്ടപ്പുട്ട്. ഇതിന് സ്പെഷ്യൽ നെയിം ഒന്നും ഇടണം. ഓട്ടപ്പുട്ട് തന്നെ ആക്കാം. ഇത് സ്പൂൺ കൊണ്ട് കോരി എടുക്കണം ആവശ്യമുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുട്ട്. ഞാൻ ഇങ്ങനെ പുട്ടുണ്ടാക്കില്ലേ? ഞാൻ ഓട്ടപ്പാട് ഇട്ടിടല്ലോ. പുട്ടിന്റെ ടേസ്റ്റ് അല്ലേ? ഇതൊക്കെ ഈസിയാണ് മക്കളെ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഫുഡ് ആവാൻ കുറച്ചും കൂടി ടൈം എടുക്കുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അതെവിടെ പോയാലും 2 ഫോട്ടോസ് അത് നിർബന്ധമാണ്. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുളം ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികൾ വെള്ളം ഒളിച്ചു പോയി. ഇനി വാർത്ത മാതാജി, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമല്ല ജീവിക്കാൻ. എനിക്ക് പുട്ട മതി. പുട്ടോ? എനിക്ക് പുട്ട ഇഷ്ടം. എല്ലാരും എന്നെ പുട്ടൊരു മിസ് എന്നാ വിളിക്കുന്നത്. ഞങ്ങൾ ഫോട്ടോ സെക്ഷൻ കഴിയുമ്പോഴത്തേനും ഇവരെ തീറ്റ തുടങ്ങി. എന്നാലും ഒരു വിളി അതില്ല. ഞങ്ങൾ എന്തായാലും സ്മെല്ലടിച്ച് എങ്ങനായാലും ഇവിടെ എത്തുന്നുള്ളത് ഇവർക്ക് ഉറപ്പാണ്. അതായിരിക്കും വിളിക്കാത്തത്. എന്തെങ്കിലും ഫംഗ്ഷന് ഫാമിലിയിൽ ഉണ്ടായാൽ ഇങ്ങനെ എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് ഫുഡ് കഴിക്കില്ല. അതൊരു പ്രത്യേക ഒരു വൈബാണ്. അത് കൈയിട്ട് വാരി തിന്നാം, വലിയ പീസ് നോക്കിയിട്ട് തിന്നാം. ഇതെല്ലാം എൻ്റെ വൈബ്. എന്നോട് പറയാം, അതൊരു കാണേണ്ട സ്ഥലം തന്നെയാണ്. അതിന്റെ റബ്ബേ, നമ്മള് ദുബായിലൊക്കെ ഒരു ബിൽഡിംഗ് ആണ്, അതിന് കാട് വലിയ ബിൽഡിംഗ് ഫുള്ള്. ദുബായ് ഒന്നല്ല. അതേമാതിരി നമ്മൾ അങ്ങാടിപ്പുറത്തൊക്കെ നിലത്ത് കൂടെ തീവണ്ടി പോവാ. ഇവിടെ നാട്ടിലെങ്ങനെ അറിയാം, ഒരു തൂണുമ്പോ കൂടെ തീവണ്ടി പോണത്. അപ്പൊ അതേമാതിരി നമ്മളെ തലന്റെ മുകളിൽ കൂടി വിമാനം പോവാ. ഒന്നിങ്ങനെ താന്നില്ലെങ്കിൽ തലമ്മ തട്ടും. വയനാട് അങ്ങാടി തന്നെ 10-15 വിമാനത്താവളുണ്ട്. അതേമാതിരി നമ്മളെ മരത്തെ പെണ്ണുങ്ങളൊന്നും അവിടെ അല്ല, ഒക്കെ പണിക്ക് പോണ പെണ്ണുങ്ങളാ. റബ്ബേ, എല്ലാവരും രാവിലെ പണിക്ക് പോകും. നമ്മളെ മാതിരി അങ്ങോട്ട് കൊണ്ട് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കലൊന്നുമില്ല. അബുക്കെ കാണെ കാല് വാങ്ങിച്ചിട്ട് നടക്കാനും വെച്ചാൽ മൂപ്പര് മുട്ടുവേദന അറിഞ്ഞിങ്ങനെ എഴയായിരുന്നു. അപ്പൊ മൂപ്പരെ അവിടെ എടുത്തിക്കാണ് ഞാൻ ഒറ്റ കണ്ടത് ഫുള്ള് കറങ്ങി കണ്ടത്. വയനാടോ? വയനാട് അങ്ങനത്തെ സ്ഥലം അല്ലല്ലോ. അവിടെ ഫുള്ള് കാടും മലയാന്നുള്ള ഞാൻ കേട്ടിക്കണത്. അവിടെ തീവണ്ടി ഒന്നും ഇല്ല. കമറോ, ഇതാണ് ഞങ്ങൾക്ക് ഒന്നും പറയാത്തത്. എനിക്ക് ഞാൻ പറയണ ഒന്നൊരു വിശ്വാസമല്ല. വയനാട് കണ്ടിക്കണോ? അപ്പൊ പിന്നെ പോയാലും പറഞ്ഞ വിശ്വസിച്ചാ എന്താ? ഓൾ അങ്ങോട്ട് പോയില്ല. പോയത് പറഞ്ഞ നോക്കുന്ന ആളുകളെങ്കിലും ഇങ്ങനെ അടുക്കളയിൽ ചോറും കരാക്കി ഇങ്ങനെ ജീവിതം കളഞ്ഞു. ഞാനൊക്കെ ഇനി ഫുള്ള് കറക്കിക്കാരം ആണെങ്കിൽ ഇന്റെ മരിയായിക്കോ. സീന, ഞങ്ങൾ പൊറോട്ട തീറ്റ കാരണം പൊറോട്ട അവിടെ കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് തികയാണ്ടായി. അപ്പൊ ഞങ്ങൾ പൊറോട്ട വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കഴിഞ്ഞിട്ടില്ലെങ്കിലല്ല അത്ഭുതം. സ്വാഭാവികമായിട്ടും ഞങ്ങൾ തിന്നാനിരുന്നോ എന്തായാലും സാധനം തീരും. ഗൈസ്, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും ലൈക്കും വേണമെങ്കിൽ ബെല്ലൈക്കണും ഞെക്കി പൊട്ടിച്ചോ പ്ലീസ്. ഇവന്റെ തീറ്റ കാരണം വീട്ടിലെ ബാക്കി ആർക്കും ഫുഡില്ല. ലാസ്റ്റ് ഞങ്ങൾ പാർസൽ വാങ്ങാൻ വന്നതാണ് ടോപ്പ് സിറ്റിയിൽ. ടോപ്പ് സിറ്റി കാണിച്ചിട്ട് കാനറ ബാങ്ക് അല്ലോ. ടോപ്പ് സിറ്റി എന്താ ഏറ്റവും നന്നായി കൂടെ. അപ്പോൾ ഇതേപോലത്തെ അൽക്കുലത്ത് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, മറക്കണ്ട.